ഇന്ന് പാൽക്കപ്പ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ ടേസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഞാൻ തമർ ബ്രാൻഡിൻ്റെ ഫ്രോസൺ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും പാനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ചേർത്തിട്ട് വീണ്ടും കപ്പ ഇതിൽ വേവിച്ചെടുക്കുകയാണ്. നല്ല ഉടഞ്ഞിട്ട് വേണം ഈ ഒരു കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തേങ്ങാപ്പാൽ 2ാം പാൽ നന്നായിട്ട് വേവിച്ചെടുത്തു. എന്നിട്ട് ദം പാൽ, അതായത് ഫസ്റ്റത്തെ പാൽ ചേർത്ത് കൊടുത്തു, മിക്സ് ചെയ്തു. അപ്പോൾ ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി, കടുക്, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത് നല്ല മട്ടൻ കുരുമുളക് ഇട്ട് വരട്ടേൻ്റെ കൂടെയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ.